IPL-ന്റെ 18ാം സീസണിൽ ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്. സീസണിൽ തുടർച്ചയായ 4ാമത്തെ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പഞ്ചാബ് കിങ്സിനോട് അവരുടെ തട്ടകത്തിൽ 18 റൺസിന്റെ തോൽവിയാണ് ചെന്നൈക്ക് നേരിട്ടത്. പഞ്ചാബ് നൽകിയ 220 റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്കും ചെന്നൈ പൊരുതിയെങ്കിലും 5 വിക്കറ്റിന് 201 റൺസുമായി കളി അവസാനിപ്പിക്കുകയായിരുന്നു. ചെന്നൈയുടെ ഈ പരാജയത്തിന് കാരണക്കാരൻ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ആണെന്നും പറയാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങളാണ് ടീമിനെ മറ്റൊരു തോൽവിയിലേക്ക് തള്ളിയിട്ടത്. പഞ്ചാബിനെ ജയിപ്പിക്കാൻ ഋതുരാജ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദ് കുറെ കൂടി മികവ് പുലർത്തിയിരുന്നെങ്കിൽ പഞ്ചാബ് കിങ്സിന് ഒരിക്കലും 6 വിക്കറ്റിന് 219 റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്താൻ സാധിക്കില്ല. കാരണം ഒരു സമയത്ത് പഞ്ചാബ് 5 വിക്കറ്റിന് 83 റൺസിലേക്ക് തകർന്നിരുന്നു. അവിടെ നിന്നാണ് വെറും 1 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 219 വരെ എത്തിയത്. 8ാം ഓവറിൽ തന്നെ പഞ്ചാബ് 5 വിക്കറ്റിന് 83 റൺസിലേക്ക് വീണിരുന്നു. ഈ സമയത്ത് തന്റെ മികച്ച ബൗളർമാരെ കൊണ്ടുവന്ന് പഞ്ചാബിനെ വരിഞ്ഞു കെട്ടുകയായിരുന്നു ഋതുരാജ് ചെയ്യേണ്ടിയിരുന്നത്. ഈ സീസണിലെ ഇതുവരെയുള്ള പ്രകടനം പരിഗണിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ നൂർ അഹമ്മദ് ആണ് CSKയുടെ ബെസ്റ്റ്. അതിനാൽ അദ്ദേഹത്തെ ഉടൻ ബൗളിംഗിൽ പരീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ 11ാം ഓവർ വരെ നൂറിനെ ഋതുരാജ് വൈകിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല ആദ്യ 2 ഓവറിൽ 12 റൺസ് മാത്രം വിട്ടുകൊടുത്ത രവീന്ദ്ര ജഡേജയെ 9ാം ഓവറിന് ശേഷം അദ്ദേഹം പിൻവലിച്ചതും മറ്റൊരു മണ്ടത്തരമാണ്. 3 ഓവറിൽ 28 റൺസ് വിട്ടുകൊടുത്ത അശ്വിന് തുടരെ 4ാം ഓവർ നൽകിയതും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച അബദ്ധമാണ്. 3 സിക്സർ അടക്കം 20 റൺസാണ് അദ്ദേഹം വാരിക്കോരി നൽകിയത്. ബൗളർമാരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ മാത്രമല്ല ഫീൽഡിൽ ക്രമീകരണത്തിലും ഋതുരാജ് അബദ്ധങ്ങൾ കാണിച്ചു. ലോങ് ഓഫ്, ലോങ് ഓൺ ഏരിയകളിൽ സാധാരണയായി ഏറ്റവും മികച്ച ഫീൽഡർമാരെയാണ് ക്യാപ്റ്റന്മാർ നിർത്താറുള്ളത്. പക്ഷേ ഋതുരാജിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. 73 റൺസിൽ നിൽക്കെ പഞ്ചാബിന്റെ സെഞ്ചുറി വീരൻ പ്രിയാൻഷ് ആര്യ പുറത്താവേണ്ടതായിരുന്നു. എന്നാൽ ലോങ് ഓഫിൽ ബൗണ്ടറി ലൈനിന് അരികെ അദ്ദേഹത്തിന്റെ ക്യാച്ച് എടുത്ത ശേഷം ചെന്നൈ പേസർ മുകേഷ് ചൗധരി ബൗണ്ടറി ലൈനിൽ ചവിട്ടുകയായിരുന്നു. ഇതേ തുടർന്ന് വിക്കറ്റ് ലഭിക്കുന്നതിന് പകരം സിക്സർ വഴങ്ങേണ്ടിയും വന്നു. ഈ കളിയിൽ ചെന്നൈ ബൗളർമാരിൽ ഏറ്റവും നന്നായി പന്തെറിഞ്ഞത് ജഡേജയാണ്. 3 ഓവറിൽ 18 റൺസിന് 1 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടും എന്തുകൊണ്ട് 4 ഓവർ കോട്ട പൂർത്തിയാക്കാൻ ഋതുരാജ് അനുവദിച്ചില്ലെന്നതും ചോദ്യചിഹ്നമാണ്.